വിട്ട് വന്ന എൻ്റെ മോൻ യൂണിഫോം പോലും മാറ്റാതെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. അച്ഛാ, അച്ഛൻ്റെ പോക്കറ്റിലുള്ള 500 രൂപയുടെ നോട്ടിൽ നിന്ന് ഗാന്ധി അമ്മാമ്മൻ്റെ ആ ഫോട്ടോ മാറ്റാൻ പോവുകയാണോ ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ അങ്ങനെ? അതെന്താ മോനെ നീ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിച്ചു. അതല്ല, എൻ്റെ കൂടെ പഠിക്കുന്ന അഖിലില്ലേ അച്ഛാ, ആ അഖിലിൻ്റെ അമ്മ പറഞ്ഞു അത്രേ. അഖിലിൻ്റെ അമ്മ എന്താ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇല്ലേ, ആ പണിക്ക് പോണതാണ്. അപ്പം എനിക്കറിയാം, അവരെ അറിയാം. കാരണം ഇവൻ്റെ കൂട്ടുകാരനാണ്, വളരെ ഇഷ്ടപ്പെട്ട വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെയാണ്. അച്ഛൻ ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് വലിയ വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ ഇട്ട് ജീവിതം അങ്ങനെ രണ്ടറ്റം മുട്ടിക്കാൻ നടക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയാണ്. 2-3 മക്കളുമുണ്ട്. അവരുമായിട്ട് കഷ്ടപ്പെട്ട് ജീവിക്കുകയാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ അവരോട് ആരോ പറഞ്ഞു അത്രേ, ആ പദ്ധതിയുടെ പേരൊക്കെ മാറ്റുന്നു, ഇനി ഈ പഞ്ചായത്തിൽ ഈ പണി ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീർച്ചയില്ല പോലും. അത് ഈ പഞ്ചായത്തും ഗ്രാമസഭയൊക്കെയാണ് അത്ര ഇത്രയും കാലം തീരുമാനിച്ചിരുന്നെങ്കിൽ അതിനി കേന്ദ്ര ഗവൺമെൻറ് അവിടുന്ന് തീരുമാനിക്കുന്നതിനനുസരിച്ച് ഏത് പഞ്ചായത്തിലേക്കാണ് വേണ്ടത് എന്നൊക്കെ നോക്കി അവർ കൊടുക്കുന്ന പണത്തിനനുസരിച്ച് കൊടുക്കുമെന്നും അത് കേന്ദ്ര ഗവൺമെൻറ് ഒരു 60% കൊടുക്കുള്ളൂ, ബാക്കി 40% സംസ്ഥാന ഗവൺമെൻറ്റുകളൊക്കെ എടുക്കണം. അതുകൊണ്ട് ഇനി പണി കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണെന്നൊക്കെ ആ പയ്യൻ വന്ന് അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു ഇനി ഗാന്ധിജി എന്നുള്ള പേരൊന്നും ഇനി അധികകാലം കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞു അത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ നോട്ടിൽ നിന്നും ഈ ഗാന്ധിയുടെ ചിത്രവും പോവുക വച്ചാന്ന് ചോദിച്ചു. മകനിത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിലിരുന്ന 500 രൂപ എടുത്ത് ഞാൻ നോക്കി. അപ്പോൾ വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സ്മൈലിംഗ് ഫേസ് ആയിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ കണ്ടു. അപ്പോൾ ഇനി എങ്ങാനും ഈ ഫോട്ടോവും ഇതെന്നെടുത്ത് മറ്റാരെയെങ്കിലും പടം അവിടെ വരുമെന്ന് എനിക്കറിയില്ല മകനെ എന്നെങ്ങനെ അവനെ പറഞ്ഞ് മനസ്സിലാക്കും. എന്തായാലും ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 20 വർഷത്തിൻ്റെ അടുത്തായി എന്ന് തോന്നുന്നു. ഏതാണ്ട് 2005 മറ്റോ 1ാം UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അത് ഈ ഇടതുപക്ഷമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്ന 1ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും അവിടുത്തെ ദാരിദ്ര്യം തുടച്ചു മാറ്റിയാലാണ് ഇന്ത്യയുടെ ദാരിദ്ര്യം മാറുള്ളൂ എന്നൊക്കെ വിശ്വസിച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെ പേര് ആ പദ്ധതിക്ക് എന്തുകൊണ്ടും വളരെ സൂട്ടബിളായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചില പേരുകൾക്കൊക്കെ ചില അർത്ഥതലങ്ങളുണ്ട്. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് ഗ്രാമങ്ങളോട് വലിയ പ്രണയമായിരുന്നു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ വളർച്ചയാണ് ഇന്ത്യയുടെ വളർച്ച എന്ന് വിശ്വസിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഒരു ജീവിത വരുമാനം ഉണ്ടാക്കാനായിട്ട് വലിയൊരു പദ്ധതിയായിട്ട് അന്നത്തെ സർക്കാർ കൊണ്ടുവന്നതാണ്. ഇപ്പോൾ എല്ലാത്തിൻ്റെയും പേര് മാറ്റുക എന്നുള്ളത് ഒരു വലിയ കലയായി തീർന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 20ഓളം പദ്ധതികളുടെ പേര് ഇപ്പോൾ ഓൾറെഡി ഈ അടുത്ത കാലത്ത് വന്ന സർക്കാരുകൾ മാറ്റിക്കഴിഞ്ഞു. ഒരു പേരിൽ എന്താണ് ഇരിക്കുന്നത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ചോദിച്ചേക്കാം. പക്ഷെ നമുക്കെല്ലാം ഒരു ഐഡൻറ്റിറ്റി ഇല്ലേ? അപ്പം നമുക്കൊരു പേരിട്ടു. ആ പേര് മാറ്റുന്നതിന് തക്കതായ ഒരു കാരണമുണ്ടെങ്കിൽ ശരിയാണ്. പക്ഷെ നമ്മുടെ പേര് നല്ലതാണോ ചീത്തയാണോ മോശമാണെങ്കിലും നമ്മൾ ആ പേരിൽ അറിയപ്പെടുന്നത്, നമ്മൾ ജനിച്ചാൽ നമ്മുടെ മരണം വരെ ആ പേര് തന്നെ ഉള്ളത് നമുക്കൊരഭിമാനമാണ്. ആ പേരിലാണ് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി ഇരിക്കുന്നത്. അതൊരു പദ്ധതിയായാലും ശരി, ഒരു രാജ്യമായാലും ശരി, എന്തൊരു സ്ഥാപനമായാലും അതിനൊരു ഐഡൻറ്റിറ്റി വേണം. അത് അറിയപ്പെടുന്നത് ആ ഒരു പേരിലായിരിക്കും. കുറേ അധികം പദ്ധതികളുടെ പേര് ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എന്താണ് ആ പേര് മാറ്റുന്നതിൻ്റെ പുറകിലുള്ള ചേതോവികാരം എന്ന് എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ടും ആ സംശയം ഒന്ന് ദൂരീകരിക്കാൻ അറിവുള്ളവർ പറഞ്ഞു തന്നാൽ ഉപകാരമായിരുന്നു. ചിലതെല്ലാം നമുക്ക് മനസ്സിലാകും. ഒന്ന്, നിർമ്മൽ ഭാരത് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ രാജ്യത്തേക്ക് വൃത്തിയാക്കി വയ്ക്കുക, നിർമ്മലമാക്കി വയ്ക്കുക. അപ്പം അതിൻ്റെ പേര് നിർമ്മൽ ഭാരത് എന്നാണ്. അതിനെ സ്വച്ഛ് ഭാരത് എന്നാണ് ഈ നരേന്ദ്രമോദി സർക്കാർ വന്ന് പിന്നെ പേര് മാറ്റിയത്.
എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവുന്നില്ല. നിർമ്മൽ എന്ന വാക്കിനും സ്വച്ഛ് എന്ന വാക്കിനും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നിർമ്മൽ ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഏറെക്കുറെ അറിയപ്പെടുന്നതാണ്. ഈ സ്വച്ഛ് ഭാരത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അറിയുന്നവർക്ക് നമുക്കിവിടെ കമൻറ്റ് ബോക്സിലിടാം. മറ്റൊരു പേര് ഇന്ദിര ആവാസ് യോജന എന്നുള്ളത് പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്നാക്കി. ശരി, നമുക്കത് ഇന്ദിരാഗാന്ധി ആവാസ് യോജന എന്ന് പറഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു പരിപാടിയെ നമുക്ക് അംഗീകരിക്കാനൊന്നും പറ്റില്ല. ഓരോ രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ ഓരോ പദ്ധതികൾ തുടങ്ങുന്നതിനോടുള്ള എതിർപ്പാണ്. അത് പ്രധാനമന്ത്രിയാവട്ടെ, എല്ലാ കാലത്തും വരുന്ന പ്രധാനമന്ത്രി എന്ന ആ സ്ഥാനത്തിൻ്റെ പേരിലാവട്ടെ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കാം. മറ്റൊന്ന് രാജീവ് ആവാസ് യോജന, രാജീവ് ഗാന്ധിയുടെ പേരിൽ അറിയപ്പെട്ടിരുന്നതായിരിക്കാം. അത് മാറ്റിയിട്ട് രാജീവ് ഗാന്ധിയുടെ പേര് മാറ്റിയത് അത് സർദാർ പട്ടേൽ നാഷണൽ മിഷൻ ഫോർ അർബൻ ഹൗസിംഗ് എന്നാക്കി മാറ്റി. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ പേര് മാറ്റിയിട്ട് സർദാർ പട്ടേലിൻ്റെ പേരാക്കുകയാണ്. എനിക്ക് തോന്നുന്നില്ല. സർദാർ പട്ടേൽ മഹാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പുതിയ എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങുന്നതിന് വിരോധവുമില്ല. രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ജനാധിപത്യ ഒരു സംവിധാനത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ അതിഭീകരമായി കൊല്ലപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു പദ്ധതി ഇവിടെ തുടരുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ഇനി നാഷണൽ ഇ ഗവർണൻസ്, അതിനെ മാറ്റിയത് ഡിജിറ്റൽ ഇന്ത്യ എന്നാക്കിയതാണ്. നാഷണൽ ഇ ഗവർണൻസ് എന്ന് പറയുന്നതിനെ ഡിജിറ്റൽ ഇന്ത്യ എന്നാക്കിക്കൊണ്ട് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നും കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഈ പേര് മാറ്റം കൊണ്ട് കേട്ടോ, അതിൻ്റെ പദ്ധതിയുടെ ഉള്ളടക്കത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിൽ മാറ്റാം. പേര് മാറ്റാതെ തന്നെ വരുത്താൻ പറ്റുമല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാറ്റം വന്നത് എന്ന് മാറ്റം വരുത്തിയതിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ നന്നായിരിക്കും. ഇനി പ്ലാനിംഗ് കമ്മീഷൻ്റെ പേര് വളരെ കാലമായിട്ട് ഇതെല്ലാം പഠിച്ചു വരുന്ന ഒരു തലമുറയുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യുന്ന ഒരു കമ്മീഷൻ, ഇന്ത്യയുടെ വികസനത്തിന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന കമ്മീഷൻ. വളരെ സിമ്പിളായിട്ടുള്ള നല്ലൊരു വാക്കിനെ നീതി ആയോഗ്, നീതി എന്ന് പറഞ്ഞാൽ ന്യായം, അപ്പം നീതി ആയോഗ് എന്നാക്കി മാറ്റിയതിൻ്റെ പുറകിലെ ചേതോവികാരം എന്താണ് അതും മനസ്സിലാകുന്നില്ല. അറിവുള്ളവർക്ക് പറഞ്ഞു തരാം. പെൻഷൻ സ്കീം ഫോർ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്നൊരു സ്കീം ഉണ്ടായിരുന്നു. അതിനെ മാറ്റിയത് അടൽ പെൻഷൻ യോജന എന്നാക്കി. ഈ അടൽ എന്നുള്ളത് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും ഹിന്ദി വാക്കാണോ എന്നറിയില്ല. അടൽ ബിഹാരി വാജ്പേയി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിന് വേണ്ടിയാണോ എന്ന് എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. അതാണോ ഉദ്ദേശിച്ചതെങ്കിൽ അപ്പോൾ അവിടെ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് ആക്ഷേപിക്കേണ്ടി വരും. അതല്ല അടൽ എന്ന വാക്കിന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകളൊക്കെ പിൻവലിക്കാം. എന്തായാലും പെൻഷൻ സ്കീം ഫോർ അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സ്കീമായിരുന്നു. എന്തുകൊണ്ട് ആ പേര് മാറ്റം നടത്തി എന്ന് എനിക്കറിയില്ല. പിന്നെ രാജീവ് ഗാന്ധി ഗ്രാമീണ വിദ്യുത്തര യോജന എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് രാജീവ് ഗാന്ധിയുടെ തന്നെ പേരിലുണ്ടായിരുന്ന വൈദ്യുതീകരണം, ഗ്രാമീണ വൈദ്യുതീകരണത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്നൊരു പദ്ധതിയാണ്. അതിനെ ദീൻ ദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി യോജനയാക്കി മാറ്റി. അവിടെ എന്തായാലും ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ അർത്ഥം മാറ്റാക്കാം. ഒരാളുടെ പേര് മാറ്റി മറ്റൊരു ദീനദയാൾ ഉപാധ്യായയുടെ പേരിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് നിങ്ങൾ തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് വിലയിരുത്താം. പിന്നെ നാഷണൽ മാനുഫാക്ചറിങ് പോളിസി, മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പോളിസിയാക്കി മാറ്റി. നാഷണൽ മാനുഫാക്ചറിങ് പോളിസി, ഒരു ദേശീയ നിർമ്മാണ പദ്ധതി, ഒരു പദ്ധതിയെ എന്തായി മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ അറിയുന്നില്ല. അതിലൊക്കെ എന്താണ് ഒരു പേര് മാറ്റം കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ പേര് ഇപ്പോൾ എക്സ് എന്നാണെങ്കിൽ അതിനെ വൈ എന്നാക്കിയത് കൊണ്ട് എന്താണ് ഗുണമുള്ളത്? എക്സ് എന്നാണ്. വൈ ആകണമെങ്കിൽ വൈൻ്റെ സ്വഭാവവിശേഷങ്ങൾ വേണം, വൈൻ്റെ ക്യാരക്ടർ വേണം. അപ്പോൾ ആ പേര് മാറ്റം കൊണ്ട് എന്താണ് ഇവിടെയും ഉദ്ദേശിച്ചതെന്നറിയില്ല. ഇങ്ങനെ പോകുന്ന ആയുഷ്മാൻ ഭാരത് എന്നുള്ള ഒരു പുതിയ PM ജന ആരോഗ്യ യോജന എന്നായിരുന്നു. പ്രധാനമന്ത്രി ആരോഗ്യ യോജന, ജന ആരോഗ്യ യോജന എന്നോ, അത് പ്രധാനമന്ത്രിയുടെ പേരിൽ തന്നെ ഏത് പ്രധാനമന്ത്രി ആയാലും ആ പദ്ധതിയുടെ പേര് അതായിരുന്നെങ്കിൽ ഇന്നതിനെ ആയുഷ്മാൻ ഭാരത് എന്നാക്കി മാറ്റിയതുകൊണ്ട്
എന്ത് സംഭവിച്ചു എന്നറിയില്ല. ഇപ്പം ആ ഒരു പേരാണ് ഇന്ത്യയിലെമ്പാടുമുള്ള ഇതുണ്ട്. ഇനി അങ്ങനെ തുടങ്ങി ഒരുപാട് ഏതാണ്ട് ഒരു 20ഓളം പദ്ധതികളുടെ പേര് പതുക്കെ മാറ്റുന്നു. അതിൻ്റെ അവസാനത്തെ ഇപ്പോൾ ബില്ല് ലോക്സഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ മഹാത്മാഗാന്ധി ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. നമ്മൾ കാണും നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ കുറേ അധികം സ്ത്രീകൾ അതിനെ വിമർശിക്കാൻ നമുക്ക് ഈ പറയുന്ന വളരെ ചെറിയ തോതിലുള്ള ശമ്പളമൊക്കെയാണ് 300 രൂപ 350 രൂപയൊക്കെയാണ് ഒരു ദിവസം അവർക്ക് കിട്ടുന്നത്. പക്ഷെ അവർ ചെയ്യുന്ന തൊഴിലൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നമുക്ക് വിമർശന വിധേയമാക്കണം. ഒരു എന്താ പറയണ്ട ഓഡിറ്റിംഗ് സമ്പ്രദായം കൊണ്ടുവരണം. അതിൻ്റെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നതോ ആ പദ്ധതികളൊക്കെ ഈ ഗ്രാമസഭകൾക്ക് തീരുമാനിക്കാമായിരുന്നെങ്കിൽ ഇന്ന് അത് കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പഞ്ചായത്തുകൾക്ക് നിശ്ചയിക്കുന്ന രീതിയിൽ അതിനെ മാറ്റം വരുത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന് താല്പര്യമുള്ള പഞ്ചായത്തുകൾക്ക് ഇത് കൊടുത്തുകൊണ്ട് അവർ കൊടുക്കുന്ന തുകയ്ക്ക് അനുസരിച്ചിട്ട് ഈ പദ്ധതികൾ ഉണ്ടാക്കണം എന്ന് മാത്രമല്ല ആ ഫണ്ടിൻ്റെ 40% സംസ്ഥാന ഗവൺമെൻറ് വഹിക്കണം. നേരത്തെ അത് 90% കേന്ദ്രം വഹിക്കുമായിരുന്നു. ഇപ്പോൾ 40% സംസ്ഥാനം കണ്ടെത്തണം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കേരളത്തെ പോലെ സാമ്പത്തികമായി പല വിധത്തിലും ഞെരുക്കം അനുഭവിക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ നടക്കാതെ പോകാം എന്ന വ്യതയായിരിക്കാം ആ ഗ്രാമീണ തൊഴിലുറപ്പിന് പോകുന്ന അഖിലിൻ്റെ അമ്മ പ്രകടിപ്പിച്ചിട്ടുണ്ടാവുക. അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇനി പണി നഷ്ടപ്പെടുമോ എന്നൊരാകുലത ആ അമ്മയ്ക്കുണ്ടായിട്ടുണ്ടാവും. അതൊരു പക്ഷേ എൻ്റെ മകനോട് ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവും. അതായിരിക്കും അവൻ വന്ന് ചോദിച്ചത്, ഈ മഹാത്മാഗാന്ധിയുടെ പേരില്ലാതാകുമോ, ഇനി നോട്ടുകളിൽ നിന്നും മഹാത്മാഗാന്ധിയുടെ ചിത്രവും പോവോ എന്ന് ചോദിച്ചത്. അതിനെന്ത് മറുപടി പറയുമെന്നറിയാതെ ഞാൻ ആ നോട്ടിലേക്ക് വെറുതെ നോക്കിക്കൊണ്ടിരുന്നു. ആ മഹാത്മാഗാന്ധിയെ അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ ഈ മഹാത്മാഗാന്ധി എന്ന പേര് ഇന്ന് ജനിക്കുന്ന ഒരു കുട്ടിയോട് 10 വർഷം കഴിയുമ്പോൾ മഹാത്മാഗാന്ധി എന്ന പേര് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തലയാട്ടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് പോകാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു.